ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇതുപോലത്തെ ക്യാനുണ്ടെങ്കിൽ ഇനി കളയരുത്. നമുക്ക് ഇത് വെച്ച് ഒരു അടിപൊളി സംഭവം ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കത് പെൻ ഹോൾഡറായിട്ടോ അത് പ്ലാൻ ഹോൾഡറായിട്ടോ യൂസ് ചെയ്യാം. പിന്നെ നമുക്കിത് ഇതുപോലത്തെ ഐസ്ക്രീം സ്റ്റിക്കാണ് വേണ്ടത്. പിന്നെ ഞാൻ ഗ്ലൂ ഗൺ ആണ് യൂസ് ചെയ്യുന്നത് സ്റ്റിക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം ഈ ഒരു ക്യാനിലോട്ട്. അപ്പം ഞാൻ എക്സസൈസ് നിൽക്കുന്നത് കട്ട് ചെയ്ത് കളയുന്നില്ല, അത് ആ ഒരു രീതിയിൽ തന്നെ വെച്ചിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ്. എക്സസൈസ് വരുന്ന ഒരു മുകളിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ചുറ്റും നമുക്ക് ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. സ്റ്റിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളെന്ന് വെച്ചാൽ എല്ലാ സ്റ്റിക്കും ഒരേ ലെവലിൽ വരണം. ഒരെണ്ണം താന്നും പൊങ്ങിയൊന്നും പോരുത്, എല്ലാം ഒരുപോലെ വരണം. അതുപോലെ തന്നെ ഗ്യാപ്പുകൾ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ എന്തെങ്കിലും ഡെക്കറേഷനൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു രീതി യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്സ് അപ്ലൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് ഞാൻ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷനിലാണ്. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഡ്രൈ ആവാൻ വെക്കണം. ആ ഒരു സ്റ്റിക്കിന് ആ ഒരു ഹൈറ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് താഴത്തെ പോർഷൻ കട്ട് ചെയ്യാതെ തന്നെ ഞാൻ സ്റ്റിക്ക് ചെയ്തത്. അതുപോലെ ആ ഒരു പോർഷൻ എന്തെങ്കിലും ഡെക്കറേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റം സ്റ്റിക്ക് ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആ ഒരു താഴത്തെ പോർഷനിൽ മിറർ ഉപയോഗിച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. ഈ ഒരു മിറർ ഇതിനെ സ്റ്റിക്ക് ചെയ്യാൻ വേണമെന്നില്ല, പകരം ലേസോ അതല്ലെങ്കിൽ നമുക്ക് ഇതുമായിട്ട് സൂട്ടായി പോകുന്ന എന്താണോ സ്റ്റിക്ക് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മിറർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റും ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാമേ. അപ്പോൾ ഇതുപോലെ താഴത്തെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് മിറർ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത് സ്റ്റിക്ക് ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു മുകളിലത്തെ പോർഷനിലും കൂടെ സ്റ്റിക്ക് ചെയ്യാൻ തോന്നി. അപ്പം ഞാൻ അവിടെ ഓൾട്ടർനേറ്റീവ് ഒരെണ്ണം വിട്ട് ആ ഒരു രീതിയിലാണ് ഞാൻ മിറർ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് മിറർ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.